ഇത് മാസ്റ്റർ മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ, പഴയ മോഡൽ മാസ്റ്ററാണ് വണ്ടി. ഒന്ന് ആക്സിഡൻ്റായിട്ട് വന്നേർന്നാണ്, ഒന്ന് മുട്ടിയേർന്നാണ് വണ്ടി. അപ്പോൾ അതിൻ്റെ ഫോർക്ക് ബെൻഡായി പോയി. ഫോർക്ക് ബെൻഡായി, അതേപോലെ തന്നെ ഇന്നർ കവറിൻ്റെ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ടായി. ഫ്രണ്ടിലത്തെ ഹാൻഡിലിൻ്റെ ഈ കവറും റൈറ്റ് സൈഡിലെ ബോഡി കവറും പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര ഐറ്റംസാണ് നമ്മൾ മാറ്റിയേക്കണ ഐറ്റംസ്. പിന്നെ നമുക്കതിൻ്റെ കുഷൻ അസംബ്ലി, ഈ റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ തന്നെ കുഷൻ അസംബ്ലി പുതിയത് നമ്മൾ ഇട്ടേക്കണേ. ഇതാണ് അതിൻ്റെ പഴയ യൂണിറ്റ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് വർക്കിംഗ് ക്ലിയർ ആവില്ല, അതുകൊണ്ട് അതും കൂടി മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അത് തന്നെ യൂസ് ചെയ്താണ്, അതിന് കുഴപ്പമില്ല. റൈറ്റ് സൈഡിലാണ് നമുക്ക് പ്രോബ്ലം. റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇടി വന്നായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടാണ് ആ ഭാഗം ക്ലിയർ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ സ്റ്റീലിൻ്റെ ഗാർഡ്, ഓൾറൗണ്ട് ഗാർഡ് നമുക്ക് കറക്റ്റായിട്ടായി അലൈൻമെൻറ്റ് പൊട്ടിപ്പോയി ചെരിഞ്ഞ് പോയണ്ടേ, അത് ഇടിച്ച് ബെൻഡായ കാണാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിരിക്കും. നമ്മൾ എങ്ങനെ ലെവൽ ചെയ്യാൻ നോക്കിയാലും ചിലപ്പോൾ ഇവിടുന്ന് വെൽഡിങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് സ്റ്റീൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുത്തോളും. കാരണം വെൽഡിങ് പൊട്ടിയാൽ പോലും സ്റ്റീൽ റാഡ് വെച്ചിട്ട് വേണം വെൽഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അത് പിടിപ്പിച്ചിട്ടില്ല ആ സൈഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് സെറ്റിങ്സിലല്ലാന്നുണ്ടെങ്കിൽ ഈ വെക്കണ കവറും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റിയാക്കണ ഐറ്റംസാണ് അതൊക്കെ കേട്ടോ. അതിൻ്റെ 2 കവർ, ഹാൻഡിലിൻ്റെ കവർ മാറ്റിയിട്ടുണ്ട്, കുഷൻ അസംബ്ലി, ബോൾ റൈസർ, ഫോർക്ക് അസംബ്ലി, ഇന്നർ കവർ, ഇത്ര ഐറ്റം നമുക്ക് മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ല് അയക്കുമ്പോൾ അവിടുന്ന് കോൺടാക്ട് ചെയ്തോളൂ.